മഹാപുരുഷന്മാരുടെ കഥ പറയുന്ന ഇതിഹാസമാണ് മഹാഭാരതം. എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങളും കുറവല്ല. പാണ്ഡവ സഹോദരന്മാരിൽ മൂന്നാമനാണ് അർജുനൻ, പാണ്ഡവരുടെ പക്ഷത്തെ ഏറ്റവും വലിയ യോദ്ധാവ്. അർജുനന്റെ ഭാര്യമാരിൽ ഒരാളാണ് ചിത്രാംഗത. മഹാഭാരതത്തിലെ അർജുന വനവാസ പർവ്വത്തിലാണ് ചിത്രാംഗതയുടെ കഥയുള്ളത്. മഹാഭാരതത്തിൽ പല കഥകളിലൊന്നായി പറഞ്ഞു പോകുന്ന ഈ കഥയ്ക്ക് വ്യാപ്തി നൽകിയത് വിഖ്യാത കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്ര എന്ന നാടകമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും പാർക്കുന്ന വീട്ടിലേക്ക് ശപഥം തെറ്റിച്ച് കടന്നു ചെല്ലേണ്ട സാഹചര്യം അർജുനനുണ്ടാകുന്നു. തുടർന്ന് ശപഥത്തിൽ പറഞ്ഞ പ്രകാരം അർജുനന് 12 വർഷം ഇന്ദ്രപ്രസ്ഥം വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഇക്കാലയളവിൽ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അർജുനന് യാത്ര നടത്തേണ്ടി വരുന്നു. ഇത്തരമൊരു യാത്രയിൽ അദ്ദേഹം മണിപുരം എന്ന സ്ഥലത്തെത്തി. ചിത്രവാഹനൻ എന്ന രാജാവായിരുന്നു അന്ന് മണിപുരം ഭരിച്ചിരുന്നത്. ചിത്രവാഹന രാജാവിന് ആൺമക്കളില്ലായിരുന്നു. ചിത്രാംഗത എന്ന പുത്രിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു യോദ്ധാവായിട്ടായിരുന്നു ചിത്രവാഹനൻ ചിത്രാംഗതയെ വളർത്തിയിരുന്നത്. അസ്ത്രവിദ്യയും വാൾപ്പയറ്റും കുതിരയോട്ടവും എല്ലാം അറിയുന്ന ചിത്രാംഗത വേട്ടയിലും മറ്റ് സാഹസികതകളിലൊക്കെ നിപുണയായിരുന്നു. മണിപുരത്തിന്റെ സൈന്യാധിപയും ചിത്രാംഗത തന്നെയായിരുന്നു. പുരുഷവേഷം കെട്ടിയാണ് ചിത്രാംഗത നടന്നിരുന്നത്. ആടയാഭരണങ്ങൾ അണിയാനോ ചമയങ്ങൾ കൊണ്ട് ശരീരത്തെ അലങ്കരിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. പണ്ട് ചിത്രവാഹനന്റെ പൂർവികർ ശിവനെ പ്രസാദിപ്പിച്ച് വരം നേടിയിരുന്നു, ഞങ്ങളുടെ വംശത്തിൽ പുത്രന്മാർ മാത്രമേ ജനിക്കാവൂ എന്ന്. പല തലമുറകളോളം വരം ഫലിച്ചെങ്കിലും ചിത്രവാഹനന്റെ കാര്യത്തിൽ അത് പിഴച്ചു. നിരാശനാകാതെ മഹാരാജാവ് പുത്രിയെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചു. അങ്ങനെയാണ് ചിത്രാംഗത യുദ്ധമുറകളിൽ അഗ്രഗണ്യായി തീർന്നത്. അങ്ങനെ ഇരിക്കെയാണ് യാദൃച്ഛികമായി ചിത്രാംഗത അർജുനനെ കാണാനിടവരുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവളിൽ പ്രണയം മുട്ടിട്ടു. അത്ര നാളുണ്ടായിരുന്ന യോദ്ധാവിന്റെ വേഷം ഉപേക്ഷിച്ച് അലങ്കാര വസ്ത്രങ്ങൾ അണിഞ്ഞു തുടങ്ങി. അർജുനനെ തന്നിലേക്ക് ആകർഷിക്കാനായി കാമദേവനെ പ്രസാദിപ്പിച്ച് വശ്യ സൗന്ദര്യം നേടിയെടുത്തുവെന്ന് ടാഗോറിന്റെ രചനയിലുണ്ട്. എന്നാൽ അർജുനന് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ തന്റെ ധീരതയിലും കരുത്തിലുമായിരുന്നു ഇഷ്ടം തോന്നിയതെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി. ആയിടക്കാണ് മണിപുരത്തെ ശത്രുക്കൾ ആക്രമിക്കുന്നത്. അവരോട് ചിത്രാംഗത നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും അർജുനന് വളരെയേറെ ഇഷ്ടമായി. അങ്ങനെ ചിത്രവാഹനനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അർജുനൻ അഭ്യർത്ഥിച്ചു. ശക്തിശാലിയും ധീരനുമായ അർജുനനെ തന്റെ മരുമകനാക്കുന്നതിൽ ചിത്രവാഹനന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ഉടമ്പടി ആ പിതാവ് മുന്നോട്ട് വെച്ചു. ചിത്രാംഗതയ്ക്കും അർജുനനും പിറക്കുന്ന കുട്ടി മണിപുരത്ത് തന്നെ കഴിയണം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ തനിക്ക് പിൻഗാമികളില്ലാത്ത അവസ്ഥ വരും. അർജുനൻ ഇത് സമ്മതിക്കുകയും ചിത്രവാഹനൻ വൈകാതെ ഇവരുടെ വിവാഹം നടത്തുകയും ചെയ്തു. 3 വർഷം മണിപുരത്ത് താമസിച്ച ശേഷം അർജുനൻ മടങ്ങി. ഇതിനിടെ ഗർഭം ധരിച്ച ചിത്രാംഗത ബദ്രുവാഹനൻ എന്ന ആൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ അസ്ത്രശാസ്ത്ര വിദ്യകൾ കുഞ്ഞിനെ അഭ്യസിപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ ഹസ്തിനപുരത്തിൽ അധികാരത്തിലെത്തുകയും യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. അദ്ദേഹം അശ്വമേധ യാഗത്തിന് തുടക്കമിട്ടു. അർജുനനായിരുന്നു യാഗാശ്വത്തിന്റെ സംരക്ഷണ ചുമതല. തടസ്സങ്ങളൊന്നുമില്ലാതെ സഞ്ചരിച്ച യാഗാശ്വത്തെ ഒരു യുവ രാജകുമാരൻ എതിരിട്ടു. അർജുനൻ ആ രാജകുമാരനുമായി യുദ്ധം തുടങ്ങി. അസ്ത്രവിദ്യകളിൽ അഗ്രഗണ്യനായ തന്നെ പോലും നിഷ്പ്രഭമാക്കുന്ന ആ രാജകുമാരന്റെ പാടവം കണ്ട് അർജുനൻ അതിശയിച്ചു. ആ രാജകുമാരൻ ബദ്രുവാഹനനായിരുന്നു. രാജകുമാരന്റെ അസ്ത്രമേറ്റ് അർജുനൻ നിലത്തു വീണു. ഈ വിവരമറിഞ്ഞ് പടക്കളത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ചിത്രാംഗത എത്തി. എന്നാൽ അർജുനന്റെ മറ്റൊരു ഭാര്യയായ ഉലൂബി നാഗമണി എന്ന അത്ഭുത രത്നത്താൽ അർജുനനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ബബ്രുവാഹനൻ തന്റെ മകനാണെന്ന് അർജുനനും അർജുനൻ തന്റെ പിതാവാണെന്ന് ബബ്രുവാഹനനും അപ്പോഴാണ് അറിയുന്നത്. പിൽക്കാലത്ത് ചിത്രാംഗത ഹസ്തിനപുരത്തേക്ക് മടങ്ങിയെന്നാണ് കഥ. അവിടെ വൃദ്ധമാതാവായ ഗാന്ധാരിയെ പിൽക്കാലത്ത് പരിചരിക്കുന്നതും ഈ ധീര വനിതയാണ്.